ഹായ് ഹലോ. അപ്പോൾ നമ്മളിന്ന് ഒരു ജ്വല്ലറിയിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ കോൺടാക്ട് ചെയ്തപ്പോൾ തക്കുടൂനെയും കൊണ്ട് അങ്ങോട്ട് പോവുകയാണ്. ആലത്തൂരുള്ള ഇസ്മിൻ ജ്വല്ലറിയിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒരു ഡ്രോയിങ് കോമ്പറ്റീഷൻ ആയിരുന്നു. ആദ്യമായിട്ടാണ് ജ്വല്ലറിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. നമ്മളെ കോൺടാക്ട് ചെയ്ത് വിളിച്ചപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. പക്ഷെ പോയപ്പോൾ ഭയങ്കര എക്സൈറ്റ് ആയിരുന്നു. കുട്ടികൾ നിറയെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 10 വയസ്സിന് താഴെയുള്ള കൂടുതലും കുറച്ച് വലിയ കുട്ടികൾ തന്നെയാണ്. അപ്പോൾ അവർ കൊടുത്തത് തീം വന്നിട്ട് നെക്ലസ് ആണ് കേട്ടോ. അപ്പോൾ അവർ വരയ്ക്കാൻ പെൻസിലും കളർ പെൻസിലും ഷീറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവരുടെ കയ്യിൽ. അപ്പോൾ നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടികൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കളർ കൊടുത്ത് നന്നായിട്ട് നെക്ലസിൻ്റെ ഷേപ്പിൽ വരണം. അങ്ങനെ വരയ്ക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ പ്രൈസ്. ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് കളർ പെൻസിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ഒരു പരിപാടിക്ക് പങ്കെടുപ്പിച്ചതാണ് അവനെ കൊണ്ട്. പ്രൈസ് കിട്ടുമെന്ന് വിചാരിച്ചൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവൻ വരയ്ക്കുന്നുണ്ട്. കുട്ടികളൊക്കെ നല്ല ഭംഗിയിൽ വരയ്ക്കുന്നുണ്ട്. വലിയ കുട്ടികളൊക്കെ നന്നായി കളറൊക്കെ കൊടുത്തിട്ട് കാണാൻ നമ്മൾക്ക് പോലും ഇങ്ങനെ വരയ്ക്കാൻ കിട്ടില്ല. അതുപോലെയാണ് കുട്ടികൾ വരയ്ക്കുന്നത്. നല്ല ഷേപ്പൊക്കെ വന്നിട്ട് കമ്മലും ഒക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ നെക്ലസിൻ്റെ കൂടെ തന്നെ അവർ. അപ്പോൾ തക്കുടു ഏകദേശം വരയ്ക്കാൻ അതുപോലെയൊക്കെ നോക്കിയിട്ടുണ്ട്. അവൻ വരച്ചപ്പം ഏകദേശം ഒരു നെക്ലസിൻ്റെ ഷേപ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും വരച്ച് കഴിഞ്ഞിട്ട് പേരും അഡ്രസ്സ് എഴുതിയിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ അവൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ. പിന്നെ പാറു കരയുന്ന കാരണം നമ്മൾ വേഗം വരികയാണ് ചെയ്തത്. പ്രോത്സാഹന സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ട് വേഗം വന്നു കേട്ടോ. എന്തായാലും തക്കുടിന് പൈസ ഉണ്ടാവില്ല എന്നറിയാം. നമ്മൾ പ്രോത്സാഹന സമ്മാനം വാങ്ങിച്ച് ഇവിടുന്ന് വേഗം ഇറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. എന്നിട്ടാണ് കേട്ടോ വന്നത് വീട്ടിലോട്ട്. അപ്പോൾ നമ്മൾ താഴെ പുറത്ത് കടയിലൊക്കെ പോയപ്പോൾ പാറു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവളൊരു ഭാഗത്ത് പോയി നിൽക്കുകയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ താഴെ ഇറക്കി വിടും. അവളിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ആ ജ്വല്ലറിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ജ്വല്ലറിയുടെ ഫ്രണ്ടിൽ. അപ്പോൾ നമ്മളവിടെ നിന്ന് ഏട്ടൻ എനിക്ക് ബർത്ത്ഡേക്ക് എടുത്തുന്ന ഒരു ചുരിദാറാണ് കേട്ടോ ഇത്. പിന്നെ നമ്മൾ വീടെത്തിയിട്ട് പ്രോത്സാഹന സമ്മാനം തുറന്ന് നോക്കിയിട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ 2 കപ്പും 2 ബൗളൊക്കെയാണ് കേട്ടോ. സ്നാക്സ് ഒക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ 2 ബൗളും 2 കപ്പൊക്കെ. കപ്പ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ബൗള് പ്ലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് സ്നാക്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ.